നോക്കാം വാർത്തകൾ വിശദമായി. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നു എന്ന ആരോപണവുമായി UDF. വെള്ളിമാടുകുന്ന് JDT കോളേജിലെ അതീവ സുരക്ഷാ റൂം തുറന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനെന്ന് നേതാക്കൾ ആരോപിച്ചു. തുറന്നത് പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറി എന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ വിശദീകരണം. സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് UDF പരാതി നൽകി. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ JDT ഇസ്ലാം കോളേജിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം തുറന്നെന്നാണ് UDFന്റെ ആരോപണം. സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നുവെന്ന് നേതാക്കൾ. ഇത് ക്രമക്കേട് നടത്താൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പേരാമ്പ്ര ROനെതിരെ കർശന നടപടി അതേ തൽസ്ഥാനത്ത് മാറ്റണം. കാരണം ഗുരുതരമായ വീഴ്ചയുണ്ടായിരിക്കുന്നത്. ഇതെടുക്ക് മാതൃകയാവണം. പേരാമ്പ്രയിൽ സംഭവിച്ചത് മറ്റൊരു സംഭവിക്കാതിരിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജീവനക്കാർ കയറിയിട്ടുണ്ട്. അവരെന്തിന് കയറി, ആർക്ക് വേണ്ടി കയറി, എന്താണ് അവരുടെ ദൗത്യം? ഇത് കൃത്യമായി ഉത്തരം പറയണം. ഇത് നിസ്സാരമായ കാര്യമല്ല. രാവിലെ 11:30ഓടെയാണ് സ്ട്രോങ് റൂമിന് സമീപത്തെ റൂം തുറന്നത്. റൂം തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരുന്നുവെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ. രാവിലെ 8 മണിക്ക് വിളിച്ച് 9 മണിക്ക് എത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. വന്ന് നോക്കിയപ്പം റൂം ഓപ്പൺ ആണ്. ഇവിടുന്ന് എന്നെ ഉള്ളോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. എത്തിയ സമയത്ത് ഓൾറെഡി ഇതൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി തുറന്നാൽ മതി എന്നുള്ള സമയത്താണ് ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. പുറത്ത് നിന്ന് ഞാൻ ഉള്ളിലേക്ക് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് പെർമിഷൻ എന്തുകൊണ്ട് നിങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്നോട് ഓക്കെ പോയിക്കോളൂ. പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നത് എന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.